റോഡരികിലെ വൃക്ഷത്തണലിൽ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഉലയിൽ ഭാവിയുടെ പ്രതീക്ഷകൾ ഒരുക്കുകയാണ് ഹൈദരാബാദുകാരി ജെറീനയും കുടുംബവും. പഴയ ലോഹങ്ങളിൽ നിന്ന് ദേവശില്പങ്ങൾ നിർമ്മിച്ചാണ് ഈ കുടുംബം നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്തുന്നത്. നഗരവീഥിയുടെ ഓരം പറ്റിയുള്ള കരിക്കട്ട നിറച്ച ഉലയിൽ തയ്യാറാകുന്നത് ശിവൻ, വിഷ്ണു, നടരാജമൂർത്തി, ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദൈവങ്ങളുടെ പ്രതിമകളാണ്. ഹൈദരാബാദ് മെഹബൂബ് നഗർ സ്വദേശിയായ ഹുസൈനാണ് പ്രധാന ശില്പി. ഹുസൈന്റെ സഹോദരൻ രാജ് മുഹമ്മദാണ് ഉലയിലെ രൂപമാറ്റം നിയന്ത്രിക്കുന്നത്. ഹുസൈന്റെ മകൾ ജെറീനയും അച്ഛന് തുണയായി ഒപ്പമുണ്ട്. അച്ഛൻ വന്നിട്ട് 15 കൊല്ലായി, ഞാൻ വന്നിട്ട് 3 വർഷം. ഇപ്പോൾ വലിയച്ഛൻ ഇപ്പോൾ ആദ്യമായിട്ട് വന്നതാണ്. നാട്ടിലുള്ള അനുജന്മാരെ നന്നായി പഠിപ്പിക്കണം, ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചതിന്റെ കടങ്ങൾ വീട്ടണം. കൊച്ചു ജെറീനയുടെ മനസ്സിന്റെ ഉലയിൽ ഉരുകുന്നത് ജീവിത പ്രാരാബ്ധങ്ങളുടെ ഒരു കുന്നു തന്നെയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ കുറേ കടമുണ്ട് ചേച്ചി. ഞങ്ങളുടെ നാട്ടിൽ അവിടെ ചെറിയൊരു വീട് കെട്ടിയിരിക്കണം, പിന്നെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണ് ചേച്ചിനെ കെട്ടിച്ചു തന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 1 ലക്ഷം 1.5 ലക്ഷം കടമായത്. അപ്പോൾ അത് അങ്ങനെ തീരാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ആ കടം തീരാൻ നമുക്ക് മതി. നമുക്ക് വലിയ ആഗ്രഹമൊന്നും വേണ്ട, പണമോ അത് ഇത് വേണമെങ്കിൽ ഒരു ആഗ്രഹം വേണ്ട. നമുക്ക് കടം തീരാൻ നമുക്കത് മതി ചേച്ചി. 10ാം ക്ലാസ് പാസ്സാകാനായെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉപരിപഠന മോഹം ഉപേക്ഷിച്ച് 3 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനൊപ്പം ചേരുകയായിരുന്നു ജെറീന. ഓരോ ശില്പത്തിന്റെ രൂപവും തരവും ആകൃതിയും അനുസരിച്ച് 100 മുതൽ 400 രൂപ വരെ കൂലി വാങ്ങും. ഉപയോഗശൂന്യമായ ചെമ്പുപാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഓട്ടുവിളക്കുകൾ എന്നിവയാണ് ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അലൂമിനിയം ശില്പങ്ങളുടെ നിർമ്മാണത്തിന് അരമണിക്കൂർ മതിയാകും. മഴ ചിലപ്പോഴൊക്കെ ചതിക്കാറുള്ളതൊഴിച്ചാൽ മിക്ക ദിവസങ്ങളിലും കുടുംബം നിലനിർത്താനുള്ള വരുമാനം ലഭിക്കാറുണ്ട്. ഒരു ദിവസത്തിന് 300-400 ചെയ്യും. ചില ദിവസം ചായക്കുള്ള പൈസ നമുക്ക് കിട്ടൂല. മഴ പെയ്താൽ പണി കിട്ടൂല. പേരൂർക്കടയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ശില്പികൾ നഗരത്തിൽ 1 മാസം കൂടി ഉണ്ടാകും. ജെറീനയ്ക്കും കുടുംബത്തിനും ഇത് ആത്മാവിഷ്കാരത്തിന്റെ ഉപാധിയല്ല. ഇവർ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ഹൈദരാബാദ് പോലെയുള്ള നഗരം വിട്ട് കേരളത്തിൽ ചേക്കേറിയത്. അവിടെയുള്ള കുടുംബത്തെ സംരക്ഷിക്കണം, അവിടെയുള്ള അനുജന്മാരെ പഠിപ്പിക്കണം. അതുമാത്രമാണ് കൊച്ചു ജെറീനയുടെ മനസ്സിലുള്ളത്. ക്യാമറാമാൻ രാംദാസിനൊപ്പം ആർ ഹേമലത, ജീവൻ ന്യൂസ്.